പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 8 വർഷക്കാലമായി ഇന്ത്യയിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും വിദ്യാർത്ഥി യുവജന മുന്നേറ്റങ്ങൾക്കും ഇവിടുത്തെ ജനകീയ അവകാശ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി യുവജന മുന്നേറ്റമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഹിന്ദുത്വ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വേട്ടയ്ക്കെതിരെ, ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അതിക്രമണങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച വിദ്യാർത്ഥി യുവജന മൂവ്മെൻറ്റാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. ഇത്തരത്തിൽ ഹിന്ദുത്വ ഭരണകൂട വേട്ടയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ നയിച്ചതിൻ്റെ പേരിൽ കള്ളക്കേസുകൾ ചാർത്തപ്പെട്ടു. അതുപോലെ തന്നെ അടിസ്ഥാന വർഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിന് പേരിൽ, തെരുവിൽ പ്രക്ഷോഭങ്ങൾ നയിച്ചതിന് പേരിൽ നിരവധിയായിട്ടുള്ള കേസുകളാണ് ഇവിടുത്തെ ഭരണകൂടം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇവിടെ പതിറ്റാണ്ടുകളായി മലബാറിനെതിരെ ഇവിടുത്തെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിയും മലബാറിലെ വിദ്യാഭ്യാസ വിവേചനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കഴിഞ്ഞ 8 വർഷമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾ നയിച്ചതിൻ്റെ പേരിൽ, ജനാധിപത്യ രൂപത്തിൽ ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെതിരെ, ജനകീയ സമരങ്ങൾക്കെതിരെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കള്ളക്കേസുകൾ ചാർത്തിയും ഈ അവകാശ സമരങ്ങളെ അടിച്ചമർത്തുന്ന രൂപത്തിൽ കേസുകൾ ചാർത്തിയും കഴിഞ്ഞ 8 വർഷക്കാലമായി മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളെ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളെ ഇവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തുകയാണ്. അതുപോലെ തന്നെ പതിറ്റാണ്ട് കാലങ്ങളായി മലബാറിലെ വിവേചന ഭീകരത, അതിവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ കാര്യത്തിലായുള്ളൂ. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലകൾ, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ഗതാഗതം, വ്യാവസായിക മേഖലയെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ മലബാറിനോടുള്ള കൃത്യമായിട്ടുള്ള വിവേചനം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിവേചന ഭീകരക്കെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവിടെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും തീർത്ത് മുന്നോട്ട് പോരുകയാണ്. തികച്ചും ജനാധിപത്യ രീതിയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നയിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനകീയ പോരാട്ടങ്ങൾ അതിവിടുത്തെ ഭരണകൂട ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെടുകയാണ്. സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈ ഒരു നവജനാധിപത്യ വിദ്യാർത്ഥി യുവജന മുന്നേറ്റത്തെ, അതിൻ്റെ ജനാധിപത്യ രൂപത്തിലുള്ള പ്രക്ഷോഭത്തെ ഇവിടുത്തെ ഭരണകൂടം തികച്ചും ഭയന്നുകൊണ്ട് അതിനെ അടിച്ചമർത്തുന്ന രൂപത്തിൽ കള്ളക്കേസുകളിൽ കുടുക്കുകയും വലിയ അർത്ഥത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്തും ഈ ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് മലബാർ പ്രക്ഷോഭ സമരങ്ങൾ മുഖേന ഇവിടുത്തെ ഭരണകൂടം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നേതാക്കൾക്കെതിരെയും സഹപ്രവർത്തകർക്കെതിരെയും വലിയ രൂപത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ അവകാശ പോരാട്ടങ്ങളെ ഇല്ലാതാക്കുന്ന ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി കേസുകൾ ഇതിനകം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ കേസ് അടിസ്ഥാനത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ചിലവഴിക്കേണ്ടി വരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ്. അതിനുവേണ്ടി കേസ് നടത്തിപ്പിനും കേസ് ആവശ്യങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കു വേണ്ടി
ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ചെലവഴിക്കേണ്ടി വരുന്നത് വലിയൊരു ഭാരിച്ച സാമ്പത്തികം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് ഇവിടുത്തെ ക്യാമ്പസ്. ഇന്ത്യയിലെ സുപ്രധാനമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലും ഇതിനകം തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഫ്രട്ടേണിറ്റി അതിൻ്റെ തേരോട്ടം, അതിൻ്റെ വിജയക്കൊടി പാറിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും JNU യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഇഫ്ലു പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അവിടുത്തെ ജനാധിപത്യ രൂപത്തിൽ നടക്കുന്ന ഇലക്ഷനുകളിൽ വിജയക്കൊടി പാറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഇങ്ങ് കേരളത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സുപ്രധാനമായിട്ടുള്ള ക്യാമ്പസുകളിൽ മഹാരാജാസ് പോലെയുള്ള, ബ്രണ്ണൻ കോളേജ് പോലെയുള്ള, വിക്ടോറിയ കോളേജ് പോലെയുള്ള, കേരള വർമ്മ കോളേജ് പോലെയുള്ള ഇങ്ങനെ കേരളത്തിലെ പ്രധാന ക്യാമ്പസുകളിലെല്ലാം ഫ്രട്ടേണിറ്റിയുടെ പ്രാതിനിധ്യവും അവിടെ ഒരു പ്രധാന പ്രതിപക്ഷ വിദ്യാർത്ഥി മുന്നേറ്റമായിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ കുറഞ്ഞ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളും അതുപോലെ തന്നെ പ്രധാന പ്രതിപക്ഷ വിദ്യാർത്ഥി മുന്നേറ്റമായും ക്യാമ്പസുകളിൽ ഫ്രട്ടേണിറ്റിക്ക് തിളങ്ങുവാൻ സാധിച്ചു. ഇത്തരത്തിൽ ക്യാമ്പസിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് വലിയൊരു ഭാരിച്ച തുക തന്നെ ഒരു വർഷത്തിൽ ചിലവഴിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ വിദ്യാർത്ഥി യുവജന മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഓരോ വർഷവും അത് ഇടപെടുന്ന മേഖലകൾ വ്യാപിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാന മേഖലയാണ് പ്രാദേശിക സംഘടന. ഇവിടുത്തെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ മലയോര പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ തീരദേശ മേഖലയിലും പ്രധാനമായ ആദിവാസി ഊരുകൾ, ദളിത് മേഖലകൾ, അതുപോലെ തന്നെ SC/ST കോളനികൾ, തീരദേശ മേഖലകൾ, ഇത്തരം സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ അവിടുത്തെ വിദ്യാർത്ഥി യുവജന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും അവിടെ ഫ്രട്ടേണിറ്റിയുടെ പ്രാദേശിക യൂണിറ്റുകൾ രൂപീകരിച്ചു. കഴിഞ്ഞ 5 വർഷകാലമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചു. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായ കൗൺസിലിംഗ് നൽകിയും ട്രെയിനിങ് നൽകിയും കോച്ചിങ് നൽകിയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ പ്രാദേശിക സംഘടനത്തിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതിനകം തന്നെ കേരളത്തിൽ 35ഓളം പ്രാദേശിക യൂണിറ്റുകൾ ഫ്രട്ടേണിറ്റിക്ക് മലയോര പ്രദേശങ്ങളും തീരദേശ അടിസ്ഥാനത്തിലും ഇതിനകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രാദേശിക യൂണിറ്റിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഫ്രട്ടേണിറ്റിക്ക് ഭാരിച്ച സാമ്പത്തിക ചിലവുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലും ക്യാമ്പസിതര തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ അവകാശ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരം പ്രാദേശിക സംഘാടനങ്ങൾക്കും ഫ്രട്ടേണിറ്റിക്ക് ഒരു വർഷത്തിൽ വരുന്നത് വലിയൊരു സാമ്പത്തിക ചിലവാണ്, വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയാണ് വർഷത്തിൽ ഒരിക്കൽ എന്ന വണ്ണം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ പ്രവർത്തന ഫണ്ട് സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭങ്ങൾക്കും കരുത്തു പകരുവാനും ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ വിവേചനം അനുഭവിക്കപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെട്ട ഇവിടുത്തെ ദളിത്, ആദിവാസി, മുസ്ലിം ഇത്തരത്തിലുള്ള ബഹുജന മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുവാൻ കൂടിയാണ് ഈ പ്രവർത്തന ഫണ്ട് സമാഹരണം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിൽ നിങ്ങൾ പങ്കാളികളാവുന്നതോടൊപ്പം ഈ ഫണ്ട് സമാഹരണം വലിയ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും രംഗത്ത് ഇറങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ഫ്രട്ടേണിറ്റി.